ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോളാർ പാനലുകൾ നമ്മൾ സ്ഥാപിക്കുന്നത് മുകളിലാണ്, ടെറസിന്റെ മുകളിലാണ്. ഈസി, നിങ്ങൾക്കത് സ്ഥാപിക്കാം. അത് വാസ്തുവുമായി ഒരു ബന്ധമില്ല. പക്ഷേ വാസ്തുവുമായി ബന്ധപ്പെടുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്കും പടിഞ്ഞാറും ചുമരുകൾ കൂടി ചേരുന്നതാണോ കന്നിമൂല, അല്ലെങ്കിൽ ഡിഗ്രി ബേസ് ചെയ്ത് നോക്കുന്നതാണോ കന്നിമൂല എന്നുള്ളത്. ഒരു മനുഷ്യന്റെ വിജയ സാധ്യതകൾ 100% വീട്ടിനുള്ളിൽ ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റും. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും? നമ്മൾ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നാലും ശരി, നിസ്സഹരായി പോകുന്നത് വീടിലൂടെയാ. ഹായ്, നമസ്കാരം. വാസ്തുപരമായ മറ്റൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അശ്വിനി. വാസ്തുമേഖലയിൽ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ട് ആസ്ട്രൽ തങ്കച്ചൻ സാറും നമ്മോടൊപ്പം ഉണ്ട്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സിസ്റ്റമാണ് സോളാർ. ഒരുവിധം എല്ലാ വീടുകളിലും സോളാർ ഇപ്പൊ നിർമ്മിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഗുണം ഉണ്ടായിട്ടുമുണ്ട്, അതുവരെ ദോഷപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇത് തമ്മിൽ വാസ്തു, അതായത് ഈ സോളാർ വെക്കുന്ന പൊസിഷൻ ആണെങ്കിലും അത് കാരണം ഉണ്ടാവുന്ന എന്തെങ്കിലും ദോഷമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വാസ്തുവായിട്ട് അതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? വാസ്തുവുമായിട്ട് സോളാർ പാനലുകൾക്ക് അത് വയ്ക്കുന്ന രീതികളിൽ വാസ്തുവുമായി കണക്ട് ഉണ്ട്. സോളാർ എന്നുള്ളൊരു നല്ലൊരു പുതിയൊരു കണ്ടുപിടുത്തമാണ്. നമുക്ക് നമ്മുടെ ജനജീവിതങ്ങൾക്ക് ഏറ്റവും പ്രയോജനമായിരുന്ന ഒരു വലിയൊരു വിപ്ലവമാണ് സോളാറിന് ശേഷം നമുക്കുണ്ടാവുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോളാർ പാനലുകൾ നമ്മൾ സ്ഥാപിക്കുന്നത് മുകളിലാണ്, ടെറസിന്റെ മുകളിലാണ്. ഈസി, നിങ്ങൾക്കത് സ്ഥാപിക്കാം. അത് വാസ്തുവുമായി ഒരു ബന്ധമില്ല. പക്ഷേ വാസ്തുവുമായി ബന്ധപ്പെടുന്നത് എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാനലുകൾ അതൊരു വെയിറ്റ് ആണ്. അത് നിങ്ങൾ വടക്ക് കിഴക്ക് ഭാഗങ്ങളിലൂടെ സ്ഥാപിക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാരം കൂടുന്നു. പാനല് എല്ലാം കൂടി ഒരു 6-7 പാനലുണ്ട്, അല്ലെങ്കിൽ 8-10 പാനൽ, 10-15 പാനൽ, ഇങ്ങനെ പാനലുകളുടെ അടുക്കും എണ്ണവും കൂടുന്തോറും അതൊരു ഭാരമാണ്. അത് വടക്ക് കിഴക്കുകളിൽ അരുത്. അതിന് ഏറ്റവും ഉത്തമമായ ഭാഗം ആഗ്നേയത്തിൽ നിന്ന് കന്നി വരെയുള്ള ഭാഗങ്ങളാണ് ഏറ്റവും ഉത്തമമായ ഭാഗം. പിന്നെ അത് ചരിച്ചു വയ്ക്കുന്നത് ടെക്നീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഏത് ഭാഗത്ത് ചരിച്ചു വയ്ക്കണം എന്നുള്ളതെല്ലാം വാസ്തുവിൽ ഉൾപ്പെടുത്തണ്ട. അത് ടെക്നീഷ്യന്റെ നിർദ്ദേശപ്രകാരം തന്നെ പോട്ടെ. പക്ഷെ വാസ്തുരീതികളിൽ വടക്ക് കിഴക്ക്, അതായത് വടക്ക് കിഴക്ക് ഈശാന്യം മുതൽ വായുവ്യം വരെയുള്ള ഭാഗങ്ങളിൽ അത് ഉപേക്ഷിക്കാം. ആഗ്നേയം മുതൽ കന്നി വരെയുള്ള പിൻഭാഗങ്ങളിൽ അത് സ്ഥാപിക്കാം. എന്നാൽ അത് വാസ്തുദോഷം പേരാതെ സോളാർ ഉപയോഗിക്കാം. ഒരുപാട് വീടുകളിൽ സോളാറൊക്കെ ഇപ്പൊ പുതുതായിട്ട് വരുന്നു, ഒരുപാട് വീടുകളിൽ. അതിൽ ചില വീടുകളിൽ കർശനമായി ഞാൻ പോയി അത് പാനൽ മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് പറ്റില്ല. ഈശാന്യത്തിൽ, നിർഭാഗ്യവശാൽ ഈശാന്യത്തിലാണ് ആ പാനൽ എല്ലാം വരികയാണെങ്കിൽ ഈശാന്യ ഭാരമേറും. ഈശാന്യ ഭാരം എന്നുള്ളൊരു കോൺസെപ്റ്റ് അവിടെ അന്ന് മുതൽ വർക്കാവും. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഈ തെക്കും പടിഞ്ഞാറും ചുമരുകൾ കൂടി ചേരുന്നതാണോ കന്നിമൂല, അല്ലെങ്കിൽ ഡിഗ്രി ബേസ് ചെയ്ത് നോക്കുന്നതാണോ കന്നിമൂല എന്നുള്ളത്? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇത് അഡ്വാൻസ് ക്ലാസ്സിൽ വരുന്നൊരു സബ്ജക്റ്റാണ്. ഈ ചോദ്യം വന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. കന്നിമൂല എന്ന് കേൾക്കുമ്പോൾ തന്നെ പലരും ഭയക്കുകയാണ്. കന്നിമൂല എന്നുള്ളത്, കന്നി ഒരു വാക്കാ, അത് രണ്ടും ചേരുന്നൊരു മൂല, അതിന് മൂല നല്ലത് മറ്റെന്താ പറയാ. അപ്പൊ എങ്ങനെയാ കന്നിമൂല വരിക? തെക്ക് ചുമരും പടിഞ്ഞാറ് ചുമരും കൂടെ ചേരുമ്പോൾ അവിടെ ഒരു കോർണർ പ്രത്യക്ഷപ്പെടുന്നു. ആ കോർണറിനെയാണ് മലയാളത്തിൽ മൂല എന്ന് പറയുന്നത്. തെക്കും പടിഞ്ഞാറും കൂടെ ചേരുന്ന ഭാഗത്തിന് കന്നി എന്ന് പറയും. അപ്പൊ കന്നിയുടെ മൂല, കന്നിമൂല, അതിനെ മൂല എന്ന് പറയുന്നത്. പക്ഷേ ഒരുപാട് ആൾക്കാർ മറക്കുന്നൊരു വിഷയം, ഡിഗ്രി ബേസിൽ അതല്ല കന്നി. കന്നി വേറെ, കന്നി മൂല വേറെ. കന്നി എന്നുള്ളത് ഒരു ഭാഗമാണ്. 2 ദിക്കുകളെ കൂട്ടിമുട്ടിക്കുന്ന ഒരു ഡിഗ്രിയാണ് കന്നി എന്ന് പറയുന്നത്. 225 ഡിഗ്രി തെക്കിനെയും പടിഞ്ഞാറിനെയും കൂട്ടിമുട്ടിക്കുന്ന ഒരു ഡിഗ്രി ആണെങ്കിൽ അത് 225. അതാണ് യഥാർത്ഥ കന്നി. പക്ഷേ കൺസ്ട്രക്ഷൻ ബേസിൽ ഒരു സ്ക്വയർ ബേസ് നമ്മൾ കെട്ടി വരുമ്പോൾ തെക്ക് ഭാഗ ചുമരും പടിഞ്ഞാറ് ഭാഗ ചുമരും കൂടെ കൂട്ടി യോജിക്കുമ്പോൾ അവിടെ പുതുതായി പ്രത്യക്ഷപ്പെടുന്ന മൂലയാണ് കന്നി മൂല എന്ന് പറയുന്നത്. അതായത് കന്നി പരിസരങ്ങളിൽ എവിടെയെങ്കിലും കാണും. ഡിഗ്രി മാറ്റം സംഭവിക്കുമ്പോൾ കൃത്യമായി നോർത്ത് 0 ഡിഗ്രിയിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കന്നിമൂല 225 തന്നെ കന്നിമൂല കിട്ടും. ഒരു പക്ഷേ നോർത്ത് 15 ഡിഗ്രി വ്യത്യാസമാണെങ്കിൽ, അല്ലെങ്കിൽ 360 നിന്ന് 15-20 കുറവാണെങ്കിൽ ഈ മൂല അവിടെ തന്നെ ഉണ്ടാവും. കന്നി ഇടത്തോട്ടോ വലത്തോട്ടോ വ്യതിചലിക്കും. മനസ്സിലാവുന്നു? പോർഷൻ മനസ്സിലാവുന്നോ? മനസ്സിലായി. അതായത് ഡിഗ്രി ബേസിൽ 225 എന്നുള്ളത് ആ മൂലയിലല്ല, അത് വലത്തോട്ടോ ഇടത്തോട്ടോ പ്രൊജക്റ്റോ അല്ലെങ്കിൽ പിൻവലിഞ്ഞോ നിൽക്കും. പക്ഷേ നഗ്നനേത്രങ്ങൾക്ക് പടിഞ്ഞാറ് ചുമരും തെക്കേ ചുമരും കൂടെ ചേരുന്ന മൂല കന്നി ഭാഗത്തിന്റെ കന്നിമൂല എന്ന് പറയുന്നു.
ഇത് ഒരുപാട് ആൾക്കാരുടെ അബദ്ധമാണ്. അപ്പോൾ ഒരു 30 ഡിഗ്രിയൊക്കെ മാറിയിരിക്കുന്ന സ്ഥലങ്ങളിൽ എത്ര ഡിഗ്രി എന്ന് ആർക്കും അറിയില്ലല്ലോ. ആ ലാൻഡ് വന്ന് പരിശോധിച്ചാലേ മനസ്സിലാവുള്ളൂ. അതും നല്ല കോമ്പസ് ഉപയോഗിക്കുക. ചിലപ്പോൾ കോമ്പസ് പോലും നമ്മളെ ചതിക്കും. ഞാൻ എങ്ങനെയാ നോക്കുക? ഞാൻ എൻ്റെ മൊബൈൽ കോമ്പസിൽ ആദ്യം നോക്കും. രണ്ടാമത് മാനുവൽ കോമ്പസ് മെയ്ഡ് ഇൻ ജർമ്മൻ, അതിൽ നോക്കും. മൂന്നാമത് ഐഫോൺ ടാബ് ഇരിപ്പുണ്ട്, അതിൽ നോക്കിയിട്ട് ഇനിയും തൃപ്തിയാവാതെ വീട്ടുകാരോട് ഒന്നുകൂടെ ചോദിച്ച് ഞാൻ കൺഫേം ചെയ്യും. അവരോട് കിഴക്ക് എവിടെയും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നോർത്ത് പിടിക്കാമല്ലോ. ഇത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ എക്സ്പീരിയൻസോ കഴിവുകളോ പ്രെഡിക്ഷനിൽ കാണിക്കരുത്. തീരെ കൃത്യമായി അറിഞ്ഞതിന് ശേഷം മാത്രമേ പ്രെഡിക്ഷൻ എടുക്കാവൂ. കാരണം പല ഭാഗത്തും ചെയ്യുന്ന തെറ്റ്, കന്നിമൂല 2 ചുമരുകളുടെ മൂല കന്നിമൂല എന്ന് പറഞ്ഞ് വിടുകയാണ്. ഒരു പക്ഷേ 30 ഡിഗ്രിയോ 15 ഡിഗ്രിയോ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിരിക്കുകയാണെങ്കിൽ ആ ഡിഗ്രി 205, 225 എന്നുള്ള ഡിഗ്രിയിൽ ഹോള് പാടില്ല, അത് ലീക്കാ. ആ ലീക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് വീടുകളിൽ പറ്റുന്നൊരു അബദ്ധം, കന്നി സ്ട്രോങ് അല്ലാതിരിക്കുന്നു. പ്രധാനമായും ചില വിവാഹ ബന്ധങ്ങൾ, അതായത് ഒരു ബെഡ്റൂമിനുള്ളിൽ നടക്കേണ്ട സകല തീരുമാനങ്ങളും അല്ലെങ്കിൽ അവരുടെ സന്തോഷങ്ങളും അല്ലെങ്കിൽ അവരുടെ ധനപരമായ കാര്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുന്ന സംവിധാനങ്ങളും എല്ലാം കന്നിമൂല അല്ലെങ്കിൽ ആ മാസ്റ്റർ ബെഡ്റൂമിനുള്ളിൽ നടക്കുന്ന എല്ലാ വിഭാഗം സംവിധാനങ്ങൾക്കും 225 ഓപ്പൺ ആവാൻ പാടില്ല. അതാണ് കന്നി. പക്ഷെ മൂല നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഒരു വീട് നമ്മൾ ചതുരാകൃതിയിൽ കെട്ടുന്ന നമ്മുടെ സംസ്കാരമാണ് അല്ലേ? അപ്പൊ അവിടെ ഒരു മൂല സൃഷ്ടിക്കപ്പെടുന്നു. പക്ഷെ അതിനെ കന്നിമൂല എന്ന് സങ്കല്പിച്ചിരിക്കുന്നു പലരും. യഥാർത്ഥ കന്നിമൂല ഡിഗ്രി വൈസിൽ കണ്ടുപിടിച്ച് അവിടെ ലീക്ക് ഉണ്ടെങ്കിൽ ആ ലീക്ക് അറസ്റ്റ് ചെയ്യുക. ഇത് വാസ്തുവിന്റെ അഡ്വാൻസ് മോഡലാണ്. നമ്മൾ ഇതുവരെ അത് സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല, കാരണം ബേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വസ്തുവിന്റെ അഡ്വാൻസ്. അപ്പം കന്നി മൂല വേറെ, ഡിഗ്രി ബേസിൽ കന്നി വേറെ. ഇത് രണ്ടും രണ്ടായിട്ട് കാണുക. ഒരു പക്ഷേ 20, 15, 10 ഡിഗ്രിക്ക് മേളിൽ വരുന്നതെല്ലാം 10 ഡിഗ്രിക്കുള്ളിലാണെങ്കിൽ അത് ട്രൂ നോർത്തായിട്ട് തന്നെ സങ്കല്പിക്കാം. 10 ഡിഗ്രിക്ക് മുകളിൽ വരുന്ന 15 ഡിഗ്രി, 20 ഡിഗ്രി, 25 ഡിഗ്രി സാക്ഷാൽ എന്താ പറയാ വിധിക്ക്, അതായത് 45 ഡിഗ്രി വന്നാൽ പോലും കന്നി മൂല അവിടെ ഉണ്ടാവും. അത് നമ്മുടെ കൺസ്ട്രക്ഷന്റെ മോഡലാണ്. പക്ഷെ കന്നി ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയിരിക്കും. 225 എവിടെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ച് ആ വീട്ടിൽ അത് ബേസ് ചെയ്താ ലീക്ക് അറസ്റ്റ് ചെയ്യേണ്ടത്. ചോദ്യം മനസ്സിലായില്ലേ? അപ്പം ഇത് കുറച്ച് അഡ്വാൻസ് ആ ക്ലാസ്. പക്ഷെ നിസ്സാരം എന്നെ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ കന്നി മൂല വേറെ, കന്നി വേറെ, ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ബാക്കി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഞാൻ നേരിട്ട് ഫോണിൽ പരമാവധി ഫോൺ എടുക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ തിരിച്ച് അവരോട് ആ സമയത്ത് അത് പറഞ്ഞു കൊടുക്കാം. സാർ, ഇത് കന്നിമൂലയ്ക്ക് മാത്രമാണോ അതോ മറ്റു മൂലകൾക്കും ഇത് ബാധകമാണോ? യെസ്, അതും നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത് എങ്ങനെ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ, കന്നിമൂല മാറുന്നുണ്ടെങ്കിൽ വായു മൂലയും മാറും, ഈശാന്യവും മാറും, ആഗ്നേയവും മാറും. അവിടെയാണ് നമുക്ക് ഒരു ടെക്നീഷ്യന്റെ സഹായം വേണ്ടി വരുന്നത്. നമ്മൾ ഒരു വീട്ടിനുള്ളിൽ എല്ലാവരും എലിജിബിലിറ്റി ഉള്ള ആൾക്കാരെ, വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കാം, കഴിവുകൾ തെളിയിച്ച ആൾക്കാരായിരിക്കാം, നല്ല സംസ്കാരമുള്ള ആൾക്കാരായിരിക്കാം, ജോലികളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഒരു നല്ല രീതിയിൽ ജീവിതശൈലി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമ്മൾ വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത്, വീട് കെട്ടുന്നതും അതല്ലെങ്കിൽ റിനോവേഷനിലോട്ട് പോകുന്നതും അല്ലെങ്കിൽ കുറച്ച് മുമ്പ് ചോദിച്ച പോലെ കൂട്ടിക്കെട്ടൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതുപോലെയൊക്കെ ഉണ്ടാവുന്നത്. അവിടെ നടക്കുന്ന തെറ്റാണ്, ആഫ്റ്റർ എഫക്റ്റ് ആണ് അവർ പിന്നീട് ലൈഫിൽ അവർ ബാധിക്കുക. ഒരു മനുഷ്യന്റെ വിജയ സാധ്യതകൾ 100% വീട്ടിനുള്ളിൽ ഇരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിക്കും വിശ്വസിക്കാൻ പറ്റും? എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റും? നമ്മൾ എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നാലും ശരി, നിസ്സഹരായി പോകുന്നത് വീടിലൂടെയാണ്. ഒരു വീട് ഒരു മനുഷ്യന്റെ ക്യാരക്ടർ നിർണ്ണയിക്കും. ഒരു വീട് ഒരു മനുഷ്യന്റെ സ്വഭാവം നിർണ്ണയിക്കും. ഒരു വീട് ഒരു മനുഷ്യന്റെ അസുഖങ്ങൾ നിർണ്ണയിക്കും. ഒരു വീട് ഒരു മനുഷ്യന്റെ സാമ്പത്തിക ഭേദഗതികളെയും ഒരു വീട് നിർണ്ണയിക്കും. അത്രയും മാസ്റ്റർ പ്ലാനാണ് വീടിന്. അപ്പം നമ്മൾ ഇരിക്കുന്ന സ്ഥലം ശരിയായാലേ നമ്മുടെ ചുറ്റുപാടുകൾ ശരിയാവുള്ളൂ. ബേസാണ് വീട്. അതിന്റെ പേരാണ് ഗ്രഹം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വീട് നമ്മുടെ ഒരു ഗ്രഹം, കുട്ടി ഗ്രഹം. ഇത് വലിയൊരു ഗ്രഹം ഭൂമി, വീടൊരു കുഞ്ഞു ഗ്രഹം അല്ലേ? അപ്പം അതിലും പഞ്ചഭൂത അധിഷ്ഠിതമാണ്. അതിനുള്ളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ചെറു മുറികൾക്ക് പോലും വാസ്തു ഉണ്ടെന്ന് പഴയ ഇന്റർവ്യൂസിൽ ഞാൻ പറയുന്നുണ്ട്. അത്രത്തോളം നിങ്ങൾ ഡീപ്പായി നോക്കിയില്ലെങ്കിലും മുഖ്യമായിട്ടുള്ള പ്രധാന സംവിധാനങ്ങളായ പ്രധാന വാതിൽ, കിണർ, സെപ്റ്റിക് ടാങ്ക്, കിച്ചൺ, അപ്പർ ടാങ്ക്, ഇത്തരം പ്രധാന കാര്യങ്ങളെല്ലാം വളരെ സൂക്ഷ്മമായി ചെക്ക് ചെയ്യണം. ഡിഗ്രി മാറ്റം സംഭവിച്ച വീട്, ഒരുപാട് വീടുകളിൽ ഡിഗ്രി മാറ്റം സംഭവിക്കുന്നുണ്ട്. ട്രൂ നോർത്ത് കിട്ടുന്നത് വളരെ വളരെ റെയറാ. കാരണം റോഡിന് അനുയോജ്യമായാണ് ഇപ്പൊ വീട് പണിയുന്നത്. അപ്പൊ ഡിഗ്രി മാറ്റം സംഭവിക്കും. അപ്പോ ഡിഗ്രി മാറ്റം സംഭവിക്കുമ്പോൾ കന്നിമൂല മാത്രമല്ല മാറുന്നത്. കന്നിമൂല മാറി 15 ഡിഗ്രി മാറുകയാണെങ്കിൽ വായുവും 15 ഡിഗ്രി മാറും, ഈശാന്യവും 15 ഡിഗ്രി മാറും, ആഗ്നേയവും 15 ഡിഗ്രി മാറും.
അപ്പം 4 പൊസിഷൻസ് മാറുകയാണ്. അപ്പോൾ കന്നിമൂലയിൽ ഞാൻ പറഞ്ഞില്ലേ എവിടെ ലീക്ക് അറസ്റ്റ് ചെയ്യണം, അതേപോലെ വായുവ്യത്തിൽ തെറ്റ് സംഭവിക്കുമ്പോൾ അവിടുത്തെ ലീക്ക് അറസ്റ്റ് ചെയ്യണം. ആഗ്നേയത്തിൽ തെറ്റ് സംഭവിക്കുകയാണെങ്കിൽ അവിടുത്തെ ലീക്ക് അറസ്റ്റ് ചെയ്യണം. ഈശാന്യത്തിൽ തെറ്റ് സംഭവിക്കുമ്പോൾ അവിടുത്തെ ലീക്ക് അറസ്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ, എന്താണ് ലീക്ക്? സോ ഈശാന്യത്തിന്റെ പ്രാധാന്യമുണ്ട്. ഈശാന്യം തുറന്നിരിക്കുക, വായു സഞ്ചാരവും വായു വെളിച്ചമൊക്കെ അല്ല അതുവഴി വരണം. അപ്പൊ അവിടുത്തെ ലീക്ക് എന്തായിരിക്കും? അത് അടയ്ക്കുന്നതായിരിക്കും അവിടുത്തെ ലീക്ക്, അല്ലേ? അത് അടച്ചു വെച്ചിരിക്കുന്നതായിരിക്കും അവിടുത്തെ ലീക്ക്. ആ ലീക്ക് അറസ്റ്റ് ചെയ്യുന്ന എങ്ങനെ? തുറക്കുക. അപ്പൊ അത് കടന്നു വരും. അതേപോലെ തന്നെയാണ് ആഗ്നേയത്തിന്, അതൊരു ഫയർ എലമെന്റ്. അതേപോലെ കന്നി, അതൊരു ഭൂമിയാ. വായുവ്യം, വായു, ഇത് ജലം. അങ്ങനെ 4 എലമെന്റ്. പിന്നെ മദ്യം, ആകാശഭൂതം എന്ന് പറയുന്നു. അപ്പോൾ എന്ത് പ്രശ്നമെന്ന് നമുക്ക് ഒരു വട്ടം കൂടെ പറയാൻ പറ്റില്ല. ആ വീടിന്റെ ഡിഗ്രി അനുസരിച്ച് നമുക്ക് കൃത്യമായിരുന്നു അവിടെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് സൈറ്റ് വിസിറ്റിന് ഇത്രയും പ്രാധാന്യം. അപ്പോ പല ആൾക്കാരും ടച്ച് എന്നുള്ള രീതിയിൽ വാസ്തുവിനെ കാണുന്നത് കൊണ്ടാണ് ഈ തെറ്റ് സംഭവിക്കുന്നത്. ഈ കുഞ്ഞു കുഞ്ഞു അളവുകളൊക്കെ കൊണ്ട് മനുഷ്യരെ പേടിപ്പിക്കുക, മനസ്സിലായില്ലേ? മരണച്ചുറ്റ്, ബ്രഹ്മസൂത്രം എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ ഒരു ഭയാനകവും ഒരു ഭീകരതയും ഒരു ഭവ്യതയൊക്കെ കിട്ടുന്നില്ല. അതും അങ്ങനെയൊന്നും അല്ല. വാസ്തു ഒരിക്കലും കണക്കുകൾ ഉൾക്കൊള്ളില്ല. ധൈര്യമേ നിങ്ങൾക്ക് തന്നെ കേൾക്കാം. കണക്കുകളല്ല വാസ്തു. ഒരു വീട് ഒന്നുകിൽ റെക്ടാങ്കിൾ ആയിരിക്കണം, അല്ലെങ്കിൽ സമചതുരമായിരിക്കണം. ദീർഘചതുരം അല്ലെങ്കിൽ സമചതുരം. വടക്ക് കിഴക്കുകൾ കൂടുതൽ സ്ഥലം വേണം. തെക്ക് പടിഞ്ഞാറ് സ്ഥലം കുറവായിരിക്കണം, മതിൽ നിന്നും വീടിനും. കുഴികൾ വടക്ക് മധ്യത്തിൽ നിന്നും കിഴക്ക് മധ്യം വരെയുള്ള ഏരിയകളിലായിരിക്കണം. അതായത് ഏത് കുഴി എവിടെയാന്നുള്ളത് അത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ സംശയമുള്ളവർക്ക് ചോദിക്കാം. അപ്പോൾ ഇതുപോലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ചുറ്റളവ്, ഇതിനെ ദൈവങ്ങളുമായിട്ട് ഒരിക്കലും നിങ്ങൾ വാസ്തുവിനെ കൊണ്ടുവരരുത്. ദൈവത്തിന് പുലബന്ധം പോലെ ഇല്ലെന്ന് വർഷങ്ങൾക്ക് മുമ്പേ പറയുന്ന ഒരാളാണ് ഞാൻ വാസ്തുവിന്. ദൈവം സമാധാനമേ അവിടെ കഴിഞ്ഞോട്ടെ, മനസ്സിലായി? ദൈവത്തിന് തുല്യനീതി ഇല്ലെന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ആ രീതിയിൽ എടുക്കരുത്. ഇത് വാസ്തുവാ, സൂര്യ വെളിച്ചമാ. കൺകണ്ട ദൈവം സൂര്യൻ, ഊർജത്തിന്റെ ഉറവിടം സൂര്യൻ. ആ സൂര്യനിൽ ഉണ്ടാകുന്ന വെളിച്ചവും നമ്മുടെ ജീവന്റെ തുടിപ്പുമായി ഒരുപാട് കണക്ഷൻ ഉണ്ട്, മനസ്സിലായി? ആ സൂര്യപ്രകാശം പ്രഭാതത്തിൽ ഉണ്ടാകുന്ന അത്യുഗ്രമായ സമയമാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ കിരണങ്ങൾക്ക് മുമ്പ് വരുന്ന അരണം, അതല്ലെങ്കിൽ കോസ്മിക് വേവ്സ്, മനസ്സിലായില്ലേ? അപ്പം ഇത്തരം സമയങ്ങളിലൂടെ വരുന്ന എനർജി വീട്ടിനുള്ളിലോട്ട് സംഭരിക്കുന്നു. വീട്ടിനുള്ളിൽ എങ്ങനെയാ സംഭരിക്കുന്നത്? ഒരു പെർഫ്യൂം റൂമിനുള്ളിൽ അടിക്കുകയാണെങ്കിൽ ദീർഘസമയം ഉണ്ടാവും. വിശാലമായ ഒരു സ്ഥലത്ത് അടിക്കുമ്പോൾ വിത്തിൻ സെക്കൻഡ് അത് സ്പ്രെഡ് ആവുന്നു. അപ്പം വീടിനുള്ളിൽ കടന്നു വരുന്ന എനർജി അറ്റ്ലീസ്റ്റ് ഒരു ദിവസം വരെയെങ്കിലും സംഭരിക്കപ്പെടേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇത് നോൺ മെറ്റീരിയൽ ഫാക്ട്സ് ആണ്, പക്ഷെ ഇത് ഫാക്ട്സ് ആണ്. പടിഞ്ഞാറുന്ന് വരുന്ന വെയില്, സായാഹ്ന വെയില്, അത് കുറച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു നമുക്ക്. പ്രഭാത കിരണങ്ങൾ കുറച്ച് കൂടുതൽ ഊർജം തരുന്നു. സിമ്പിൾ. ഇങ്ങനെ വളരെ ലളിതമായി എടുത്താൽ മതി. അതിന്റെ ഡീപ്പിലോട്ട് ഞങ്ങളെ പോലത്തെ ടെക്നീഷ്യന്മാർ പോയി പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ വേണ്ടി. അപ്പോൾ കന്നിമൂല, വായുമൂല, ഈശാന്യ, ആഗ്നേയ മൂലകൾ അവിടെ തന്നെ ഉണ്ടാവും. ഡിഗ്രി ബേസിൽ ഇതെല്ലാം വലത്തോട്ടോ ഇടത്തോട്ടോ ചേഞ്ച് ആവും. അത് ചേഞ്ച് ആവുമ്പം വായുമൂല അവിടെ തന്നെ ഉണ്ടാവും, വായുവ്യം മാറും. അഗ്നിമൂല അവിടെ തന്നെ ഉണ്ടാവും, ആഗ്നേയം മാറും. കന്നിമൂല അവിടെ തന്നെ ഉണ്ടാവും, കന്നി മാറും. ഈശാന്യ മൂല അവിടെ ഉണ്ടാവും, ഈശാന്യം മാറും. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സാറ് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങൾക്ക് വാസ്തുപരമായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും സാറെ നിങ്ങൾക്ക് ബന്ധപ്പെടാം. കൂടുതൽ ഇതുപോലെ വീഡിയോസിനായിട്ട് നമുക്ക് വീണ്ടും കാത്തിരിക്കാം. താങ്ക് യു.